നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരി കൃഷ്ണ നാരായണ തവ പാദസരോജമിൻ അകമേ വിലസുക നാരായണ ജയ. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് നാരായണീയത്തിൽ ദശകം 18 പൃഥുചരിതം. ശ്ലോകങ്ങൾ 1, 2, 3. ഓം നമോ ഭഗവതേ വാസുദേവായ. ജാതസ്യ ധ്രുവകുലയേവ തുംഗകീർത്തേർ അംഗസ്യ വ്യജനേ സുദസ്സവേന നാമാം യദോഷവിധിതമതീസരാജവര്യഃ ത്വത്പാദേ നിഗിതമനാവനം ഗതോഭൂത്. ധ്രുവൻ്റെ തന്നെ കുലത്തിൽ പിറന്ന വളരെ പ്രസിദ്ധിയാർജിച്ച അംഗരാജാവിന് വിധി വൈപരീത്യമായ ഒരു പുത്രൻ ജനിച്ചു. രാജാവ് ആ കുമാരന് വേനൻ എന്ന് നാമമോദി. ആ കുമാരൻ രാജകുലത്തിന് യോജിക്കാത്ത സ്വഭാവത്തോടു കൂടിയവനായി തീർന്നു. അവൻ ദുഷ്ടനും നാസ്തികനും ദുസ്വഭാവിയുമായി. മകനെ ചൊല്ലി രാജാവ് ദുഃഖിക്കാത്ത സമയമില്ലായിരുന്നു. പുത്രനെ എത്ര വിചാരിച്ചിട്ടും നന്നാക്കാൻ ആ പിതാവിന് സാധിച്ചില്ല. ഒടുവിൽ അവനെ വിധിക്ക് വിട്ടുകൊടുത്തു. ആ വ്രണതഹൃദയനായ പിതാവ് രാജ്യമുപേക്ഷിച്ച് ഭഗവത് ശരണത്തിനായി കാട്ടിൽ പോയി ശിഷ്ടജീവിതം ഈശ്വരഭജനത്തിൽ കഴിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവിധ ദുഃഖ നിവാരണത്തിനും മനഃശാന്തിക്കും ഭഗവത് ചരണം തന്നെ ഗതിയെന്ന് ചിന്തിച്ചാകും കാട്ടിൽ പോയത്. ശ്ലോകം 2. പാപോ അഭിഷിദിതലപാലനായ വേനഃ പൗരാദ്യരൂപനിഹിത കഠോരവീര്യഃ സർവേഭ്യോ നിജബലം യേവ സംപ്രശംസൻ ഭൂചക്രേ തവ യജയനാന്യയം നരൗസീത്. പിതാവ് പോയതിൽ പിന്നെ സ്വതന്ത്രനായ വേനനെ ദുഷ്കർമ്മങ്ങളിൽ നിന്ന് ഒന്ന് വിലക്കാൻ പോലും ആരുമുണ്ടായില്ല. അത് നിമിത്തം അവൻ പാപകർമ്മങ്ങളിലും ദുഷ്കർമ്മങ്ങളിലും യഥേഷ്ടം വികരിച്ചു വന്നു. എങ്കിലും പൗരജനങ്ങൾ അവനെ രാജാവായി അംഗീകരിച്ചു. വേനൻ അപ്പോഴും തൻ്റെ ബലവീര്യമതങ്ങളെ പ്രശംസിച്ചുകൊണ്ട് നാടുനീളെ നടന്ന സൽക്കർമ്മങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും മുടക്കുകയും ചെയ്തിരുന്നു. വേനൻ ഈശ്വരദേഷിയായതിനാൽ സജ്ജനങ്ങളെയും മഹർഷിമാരെയും വരെ നല്ലത് ചെയ്യാൻ അനുവദിച്ചിരുന്നില്ല. തന്നെ എല്ലാവരും മാനിക്കണമെന്നും ശഠിച്ചിരുന്നു. ജനങ്ങൾ അവനെ ഭയന്നു. ശ്ലോകം 3. സംപ്രാപ്തേ ഹിതകഥനായ താപസൗഖ്യേ മത്തോ അന്യോ ഭുവനപതിർന്ന കച്ഛനേതി ത്വത്നിന്ദാവചനപരു മുനീശ്വരൈസ്തൈഃ ശാപാഗ്നൗ ശലഭദശാം അനായേവേനഃ. വേനൻ്റെ ദുഷ്ടത പെരുകുന്നത് കണ്ട് മഹർഷീശ്വരന്മാർ അവനെ ഉപദേശിച്ചു നന്നാക്കുന്നതിനായി ചെന്നപ്പോൾ അവൻ അവരെ അപമാനിച്ചു. അഹങ്കാരമത്തനായി പറഞ്ഞു, ഞാനല്ലാതൊരു ഈശ്വരനില്ല, ഞാനാണ് ലോകനാഥൻ, എല്ലാവരും എന്നെ വണങ്ങണം. ഗുരുവായൂരപ്പ, വേനൻ്റെ അഹങ്കാരം കണ്ട് കോപിച്ച ആ മഹർഷിമാർ
അവനെ ശാപമാകുന്ന അഗ്നിയിലെ ശലഭമാക്കി കൊന്നു. നമസ്തേ. ശ്ലോകം 5, 6, 7 തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ.